ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ കൃപ കരുണയും നമ്മോട് കൂടെ ഇരുന്നു. ഇതുവരെ നമ്മളെ വഴി നടത്തിയ വിധങ്ങൾക്കായ ദൈവത്തിന് സ്തുതി. തുടർന്നും ദൈവത്തിൻ്റെ സർവശക്തിയും അവൻ്റെ മഹിമയും അവൻ്റെ ബലവും നമ്മളെ വഴി നടത്തട്ടെ. അവിടുത്തെ നാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ സംഗതിയാകുകയും ചെയ്യട്ടെ. നാം സങ്കീർത്തനം 102 കഴിഞ്ഞ് 103 വന്നിരിക്കുകയാണ്. വളരെ സുപരിചിതമായ സങ്കീർത്തന നിധി എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരർത്ഥത്തിലാണ് ചിന്തന്മാർ പറയുന്നത്. പ്രഷ്യസ്, അതായത് മിക്കവാറും എല്ലാവരും ഓർക്കുന്ന വരികളാണിത്. സ്തോത്ര അർപ്പണത്തിനും പ്രത്യേകിച്ച് ജന്മദിന സ്തോത്രമായിട്ടെല്ലാം ഓരോരുത്തരും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 103. എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇത് മിക്ക സങ്കീർത്തനങ്ങൾ തന്നെയാണ്. ദൈവത്തെ വാഴ്ത്തുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന. 99 നമ്മൾ കണ്ടു യഹോവ വാഴുന്നു ജാതികൾ പറയും. 104 സങ്കീർത്തനവും തുടങ്ങുന്നത് യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട്, എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തീരുന്നതും 104 സങ്കീർത്തനം തീരുന്നതും അതേ ആഹ്വാനത്തോടെയാണ്, യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ ദൈവം ആരാണ് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ കൂടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദൈവം ആരാണ്? ഹൂ ഈസ് മൈ ഗാഡ്? എൻ്റെ ദൈവം ആരാണ്? അപ്പോൾ നമ്മുടെ ബലഹീനതകളും ദുർബലതകളിലും ഒക്കെ നോക്കി നമ്മൾ നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ വാഴ്ത്തുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ബലവാനാണ് നമുക്ക് ചിന്തിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ധൈര്യപ്പെടാനും നമുക്ക് സാധിക്കും. താൻ കർത്താവിന് വേണ്ടി ബന്ധനസ്ഥനായി റോമിലേക്ക് പോവുകയാണ് പൗലോസ് അപ്പോസ്തലൻ. തന്നെ പിടിച്ചുകൊണ്ട് പോവുക ബന്ധനസ്ഥനായി. അങ്ങനെ പോകുമ്പോൾ ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഒരു ഛേദത്തിൽ അകപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൗലോസിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ പൗലോസിലേക്ക് രക്ഷപ്പെട്ടില്ല. മറിച്ച് അവർക്കെല്ലാം രക്ഷകനായിട്ട് മാറുകയായിരുന്നു. ആ കപ്പലിലുള്ളവർക്കെല്ലാവർക്കും. ആ കപ്പൽ വലിയ ഈശാനമൂലന് വന്ന് തകർന്നടിയുന്നതിന് മുമ്പ് തന്നെ പൗലോസ് മുൻകൂട്ടി അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ പൗലോസിൻ്റെ വാക്ക് കേട്ടില്ല. കപ്പലുടമയുടെ വാക്കാണ്, മാലുമിയുടെ ഉടമയാണ്, നാവികൻ്റെ വാക്കാണ് കേട്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവഭയത്തിൽ പറയുന്ന ഒരു ദൈവഭക്തൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട്. അത് ഡിവൈൻ റെവലേഷൻ ആണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഏത് ലോകത്തിലെ ജ്ഞാനി പറയുന്നതിനേക്കാളും ഒരു ദൈവഭക്തൻ പറയുന്ന ദൈവികമായ അരുളപ്പാട്, അതങ്ങനെയാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അത് നമ്മൾ വിലയുള്ളതായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. ഇവിടെ പൗലോസിൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 27 അത് നമ്മൾ കാണുന്നുണ്ട്. 27 ഇതിലൊക്കെയാണ് ആ കപ്പൽ ഛേദത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. അതിൽ അവിടുന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് റോമിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ചില സ്നേഹിതരെയൊക്കെ കാണാൻ പൗലോസിന് അനുവാദം കിട്ടുന്ന ഒരു ദീർഘമായൊരു സംഭവമാണ്. അത് 28 നമ്മൾ വായിക്കാം. അപ്പോസ്തല 28 അവിടെ പറയുന്നൊരു കാര്യം, ആ ഒരു ദ്വീപിൽ, മെലീത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെ കുറേ നാൾ പാർത്തിട്ട് റോമയിലെത്തുകയാണ്. റോമയിലെത്തി അപ്പോൾ അവിടെ താൻ കൊല്ലപ്പെടാൻ പോവുകയാണ്. തനിക്ക് വധശിക്ഷ അവിടെ ലഭിക്കുമെന്ന് പൗലോസിന് അറിയാം. അത് ധൈര്യത്തോടെ തന്നെ അത് അറിഞ്ഞുകൊണ്ട് പലരും പിന്മാറാൻ പ്രേരിപ്പിച്ചെങ്കിലും അതൊന്നും പിന്മാറാതെ എൻ്റെ ജീവനെ ഞാൻ വെളിയേറാതെ എണ്ണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പോവുകയാണ്. അങ്ങനെ റോമിലെത്തിയപ്പോൾ അവിടുത്തെ കുറേ സഹോദരന്മാരെ കണ്ട് 15 വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അഭ്യപരവും ത്രിമണ്ഡവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എന്ന് ആ വാക്യത്തിൻ്റെ എന്തിനേക്കാണ് കൊണ്ടുവന്നത്. ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവിക ബലം നമ്മളിലേക്ക് വരികയാണ്. അതിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ആ ദൈവം ഇങ്ങനെ സ്തുതി ആഗ്രഹിക്കുന്ന ഒരു ദൈവം എന്നല്ല, നമ്മൾക്ക് വേണ്ടിയാണ് അതെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കണം ദൈവം ആരാണെന്ന്. അപ്പോൾ നമ്മുടെ ബലഹീനത മാറും. അത് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, എന്നെ ശക്തനാക്കും മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഞാൻ അരിഷ്ട മനുഷ്യനായിരിക്കാം, ഞാൻ ദുർബലനായിരിക്കും, പക്ഷേ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരമുണ്ട്. അതുകൊണ്ട് ഐ ആം ഏബിൾ. ദ ഫീബിൾ മാൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഏബിൾ ഗോഡ് എന്ന് പറയും. ദുർബലനായ മനുഷ്യൻ ബലവാനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ. അവിടെ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ വാഴ്ത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. അപ്രകാരം ദൈവത്തെ വാഴ്ത്തുന്ന ഒരു സങ്കീർത്തനം 103 അവിടെ നമ്മൾ വായിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജന്മദിന സ്തോത്രങ്ങളിലൊക്കെ മിക്കവാറും എല്ലാവരും പാടാറുള്ളൂ. മൂലാരാധനയ്ക്കൊക്കെ എല്ലാവരും ഓർക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉരുവിടുകയും ചെയ്യുന്ന വാക്കുകളൊക്കെയാണ്. ഇവിടെ പറയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവത്തെ വാഴ്ത്തുമ്പോൾ എങ്ങനെയാ? സർവ്വ അന്തരംഗവുമേ സമ്പൂർണമായിട്ട് വാഴ്ത്തണം. ഒരു കാല് ഒരു വള്ളത്തിൽ, മറ്റേ കാല് അടുത്ത വള്ളത്തിൽ. അങ്ങനെ ലോകത്തിലും ഈ ആത്മീയതയിലും ഒക്കെ കാല് വെച്ച് ജീവിക്കുക, അങ്ങനെയല്ല. നമ്മൾ സമ്പൂർണ്ണമായി ദൈവത്തിന് ഡെഡിക്കേറ്റഡ് or whole life to the living God. ജീവനുള്ള ദൈവത്തിന് നമ്മുടെ മുഴുവൻ ഹൃദയവും. അതാണ് എന്താണ് ഒന്നാമത്തെ കൽപ്പന എന്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണ ബലത്തോടെ എന്തെല്ലാം ചേർക്കാം, അതിൽ വിത്ത് പെർഫെക്റ്റ് ഫുൾനെസ്. ആ ഫുൾനെസ്സിൽ നിൻ്റെ അതൊന്നും നമ്മൾ മിച്ചം വെക്കരുത്, എല്ലാം ദൈവത്തിന് അർപ്പണം ചെയ്യണം. അപ്പോൾ അവിടെ സവിശേഷമായ അനുഗ്രഹങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് പറ്റും. ഇവിടെ പറയുക, ദാവീദ് പറയുക, എൻ മനമേ, ദാവീദ് തന്നോട് തന്നെ പറയുകയാണ്. അത് വളരെ മനോഹരമാണ്. തന്നോട് തന്നെ പറയുക, എന്താ? എൻ മനമേ, എൻ്റെ അകത്തൊരു ആന്തരിക മനുഷ്യനുണ്ട്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനാണ്. നമ്മൾ തിരുവഴുത്ത് വായിക്കുന്നുണ്ട്, പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതാണ് ദൈവിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ എന്ന് പറയുന്നത്. പുറമേ കാണുന്നത് ജഡിക മനുഷ്യനാണ്, ജഡമാണ്, ഇത് മാംസമാണ്. എന്നാൽ ഇതിന് ആന്തരിക മനുഷ്യൻ, ആത്മീക മനുഷ്യനാണ് പ്രധാനം. ഹ്യൂമൻ ഡിവൈൻ മാൻ, ഡിവൈൻ നേച്ചർ ഉണ്ട്. ഒരു ആത്മ സ്വരൂപൻ ദൈവം ആത്മസ്വരൂപമായിരിക്കുന്ന മനുഷ്യന് ആത്മാവുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹി തലത്തോളം വരെ എത്തുന്നുണ്ട്. സൈക്കാട്രി എന്നൊക്കെ പറയുന്നതൊക്കെ ദേഹിപരമാണ്, മനസ്സിൻ്റെതാണ്. മനസ്സ് ദേഹിപരം എന്നുണ്ട്. സൈക്കോളജി എന്നൊക്കെ പറയുന്നത് മനഃശാസ്ത്രപരമാണ്. എന്നാൽ മനസ്സും കടന്നിട്ട് ആത്മാവിൽ സ്പിരിച്വൽ ലൈഫ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയ തലത്തിലാണ് അത്ഭുതങ്ങൾ നടക്കേണ്ടത്. ദേഹീയ തലത്തിലാണെന്ന് പലതും ചിന്തിക്കപ്പെടുന്നതും എല്ലാം ഈ യോഗ എന്നൊക്കെ പറയുന്ന ഈ ദേഹീയ തലത്തിലുള്ള ഒരു ഇതായിട്ടാണ് പറയുന്നത്. അത് വഴിതെറ്റിക്കുന്നതും വളരെ വഞ്ചനയുടെ ആത്മാക്കൾ പിടിപെടുന്നതും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഈ കപടമായ സകല ശക്തികളും ഇതൊക്കെ കാണിക്കുകയും ചെയ്യും. അതാണിത്. ഈ ദുഷ്ടശക്തികൾക്ക് അതിന് ചില ഇതൊക്കെ അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം നമ്മൾ വിശ്വസിക്കാതെ സകലം ദൈവത്തിൽ നിന്നോ നമ്മൾ പരിശോധിച്ചറിയണം. ഇവിടെ പറയുകയാണ്, എൻ്റെ സർവ്വ അന്തരംഗം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. മൈൻ ഹോൾ മൈൻഡ്, സോൾ, എല്ലാം മുഴുവനും ദൈവത്തെ വാഴ്ത്തുക. എൻ മനമേ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഡു നോട്ട് ഫോർഗെറ്റ് ഹിസ് ബെനിഫിറ്റ്സ് എന്ന്. ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മനുഷ്യൻ മറന്നു പോകുന്നവനാണോ? സകലതും മറക്കരുതെന്നാണ് ദൈവം പറയുന്നത്. ഈ വന്യമൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയത്തില്ല, മൃഗങ്ങൾ പോലും ഒന്നും മറക്കത്തില്ല. ഈ പ്രത്യേകിച്ച് നായ്ക്കുട്ടികളൊക്കെ പറയും, ഒരിക്കലും എന്തെങ്കിലും ഒരു ഇത് ചെയ്തില്ല മറക്കത്തില്ലെന്ന് പറയുന്നത്. നാളുകൾ കഴിഞ്ഞാലും. അതിൽ റോമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വിസ്തൃതമായ ഒരു ഇതുകൊണ്ടാണ് ഒരു സംഭവമുണ്ട്. ആൻഡ്രോക്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഇതാണ്. അവിടെ കൊളോസിയമുണ്ട്. വന്യമൃഗങ്ങൾക്ക് ഈ പിടിക്കപ്പെട്ട വ്യക്തികളെ, ശത്രുക്കളെ, ഭടന്മാരെ, ശത്രു രാജ്യത്തുള്ള പിടിക്കപ്പെട്ടവരെല്ലാം അതിലേക്ക് എറിഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് വിരോധമുള്ളവരെ, കുറ്റം വിധിക്കപ്പെട്ടവരെയൊക്കെ ഈ കൊളോസിയത്തിന് അതിൻ്റെ നടുവിൽ വലിയൊരു ബാൽക്കണിയാണ്, ചുറ്റും ഇങ്ങനെ സ്റ്റേഡിയമാണ്. അതിൻ്റെ നടുക്ക് വലിയൊരു കോർട്ട് പോലെ ഇങ്ങനെ കാണും. അതിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ നാളുകളായി വിശന്ന് വലയുന്ന വന്യമൃഗങ്ങൾ അതിനകത്തുണ്ട്. സിംഹം, കടുവ, അങ്ങനത്തെ മൃഗങ്ങളുണ്ട്. വന്യമൃഗങ്ങളെ സൂക്ഷിച്ചിട്ടുണ്ട്. അവയെ അഴിച്ചുവിടും. അവ വന്ന് ഇവരുമായി മല്ലുപിടിച്ച് ഇവരെ തകർത്ത് കളയും. അത് കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുന്ന മനുഷ്യർ. അങ്ങനെ ആൻഡ്രോക്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അദ്ദേഹത്തെ ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വന്യമൃഗത്തെ തുറന്നു വിടുക, സിംഹത്തെ തുറന്നു വിടുകയാണ്. ആ സിംഹം കുതിച്ചു അടുത്തു വന്ന ഉടനെ ആ മനുഷ്യൻ്റെ കാലിൽ നക്കി ആ മനുഷ്യൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മനുഷ്യനോട് സ്നേഹം കാണിക്കുകയാണ്. അത് കാരണം എവിടെയോ കാട്ടിലായിരുന്നപ്പോൾ ഒരവസരത്തിൽ ഈ സിംഹത്തിൻ്റെ കാലിൽ എന്തോ അപകടം പറ്റിയിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ കാലിൽ എന്തോ അപകടം പറ്റിയിട്ട് എന്തൊക്കെയോ വെച്ച് കെട്ടി, പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി ഈ മനുഷ്യനാണ് സിംഹത്തെ രക്ഷിച്ചത്. കാരണം അതിന് വയ്യാതെ കിടന്നപ്പോൾ അത് അക്രമകാരി അല്ലായിരുന്നു. പക്ഷെ അതിന് വേണ്ടുന്ന ശുശ്രൂഷയെല്ലാം കൊടുത്ത് രക്ഷിച്ചു. നാളുകൾ കഴിഞ്ഞു അത്. എന്നിട്ട് ആ മനുഷ്യൻ്റെ മണം അത് തിരിച്ചറിഞ്ഞിട്ട് ആ മനുഷ്യനെ നക്കി അതിൻ്റെ സ്നേഹം കാണിക്കുകയാണ്. അപ്പോൾ അത് മറക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു എൻജിനീയർ, ആ കൂട്ടത്തിൽ ഒരു എൻജിനീയറിൻ്റെ അടുക്കൽ ഒരു ആന വന്നിട്ട് സ്നേഹപൂർവ്വം മണത്തും തലോടിയും കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ ആനയെ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ എൻജിനീയർ എന്തോ ഉപകാരം ചെയ്തതാണ്.
അതിനെന്തോ ആപത്ത് വന്നപ്പോൾ ഇതുപോലെ തന്നെ എന്തോ ഡേഞ്ചറസ് സിറ്റുവേഷൻ രക്ഷിച്ചതാണ്. നാളുകൾ കഴിഞ്ഞു, പക്ഷേ ആന അടുത്ത് വന്ന് എഞ്ചിനീയർ തിരിച്ചറിഞ്ഞ് അതിനെ മണത്ത് വരുന്നതാണ്. അപ്പം മൃഗങ്ങൾ പോലും ഉപകാരങ്ങൾ മറക്കുകയില്ല, പക്ഷെ മനുഷ്യനോ മറന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മറക്കരുത് എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പം മറക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നത്. മറക്കരുത്, ദൈവത്തെ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. വളരെ അത്ഭുതകരമായൊരു സാക്ഷ്യം. പുല്ലുവഴി എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോൾസൺ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അത് സ്ഥിതി ചെയ്ത് കാണും. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കറുപ്പസ്വാമി എന്നാണ്, തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നതാണ്. അവരുടെ ജീവിതത്തിൽ വന്ന കെടുതികൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. വളരെ കോടീശ്വരനായിരുന്നു അവരുടെ ഫാദറൊക്കെ, കുടുംബം. അതെല്ലാം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ കൂട്ടുകാരെന്തുകൊണ്ടോ ചതിച്ചതാണ്. കടം കയറി അവർ നാട് വിട്ട് പിന്നെ പെരുമ്പാവൂർ വരികയാണ്. അവിടെ വന്നിട്ട് ഈ ഭാര്യ ഇവരുടെ ഫാദറും മദറും, അപ്പോൾ ഇവരെങ്ങനെ ബന്ധുക്കൾ വീട്ടിലും കൂടെ ആക്കിയിട്ടാണ് ഇവർ വരുന്നത്. കാരണം കടക്കാരോ നിർത്തുന്നില്ല. സനോരി കുപ്പ പെറുക്കിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും എന്നിട്ട് ഈ കുഞ്ഞിനെ കറുപ്പസ്വാമിയും കൊണ്ടുവന്നും കുപ്പ പെറുക്കാനായിട്ട് തുടങ്ങി. കരുണ തോന്നി ഒരാളോട് സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെ സ്കൂളിൽ ഇവന് നല്ല വേഷമൊന്നുമില്ല, അപ്പൻ്റെ വലിയ ഷർട്ടും അതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകരുള്ളപ്പോൾ ഇവനെ ബെഞ്ചിലിരുത്തും, അധ്യാപകർ പോയി കഴിയുമ്പോൾ ഇവനെ തള്ളി താഴ്ത്തിടുവന്നു. അങ്ങനെ വളരെ പീഡകളൊക്കെ നേരിട്ട് ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ, അവരുടെ അമ്മ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിലേക്ക് വന്നു, അവരുടെ ജീവിതം മാറാൻ തുടങ്ങി, അവരുടെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി, അവർക്ക് നന്മകൾ വരാൻ തുടങ്ങി. ഇന്ന് ഈ പോൾസിനും അവർ ഈ സ്ക്രാപ്സ് എന്ന് പറഞ്ഞ ഇത് നമ്മളല്ലേ ആക്രി കച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ആ സാധനങ്ങൾ അതിൻ്റെ വലിയൊരു ബിസിനസ്സായിട്ട് മാറി അവരുടെ. അത് ആ പെറുക്കി നടന്ന ഈ മനുഷ്യനൊക്കെ ഈ പെരുമ്പാവൂർ കൂടെ ഇത് പെറുക്കി നടന്നതാണ്. പ്ലാസ്റ്റിക് കുപ്പി അതൊക്കെ പെറുക്കി നടന്നത്. ആ മനുഷ്യൻ ഒരു ലജ്ജയും കൂടാതെ തുറന്ന് പറയുകയാണത്, സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം പറയാം, മറക്കരുതെന്ന് പറയുക ദൈവത്തിൻ്റെ ഭാരം. അദ്ദേഹം ഇന്ന് ഏകദേശം 15,000 അല്ല 15 കോടി സംതിങ് വർഷത്തിൽ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സായിട്ട് മാറുകയാണ്. വളരെ അയണിൻ്റെ, ഇരുമ്പിൻ്റെ, അതിൻ്റെ കുത്തക എന്തോ അതിൻ്റെ ഇതുണ്ടല്ലോ ബ്രാഞ്ചസ്, അതിൻ്റെ ഇതൊക്കെ ഉള്ളതായ ഡീലർഷിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിയെന്ന്. എത്രയോ 15 ലക്ഷം എങ്ങാണ്ടോ നികുതി അടയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത്. അദ്ദേഹം ലജ്ജ കൂടാതെ പറയുകയാണ്. അപ്പോൾ ദൈവത്തിന് ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറയുകയാണ്. അങ്ങനെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യും. അതാണ് ദൈവത്തിന് ഉപകാരങ്ങളൊന്നും മറക്കുക. അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അകൃത്യം എല്ലാം മോചിക്കുകയാണ്, ചിലതല്ല, എല്ലാം മോചിക്കുന്ന ദൈവം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ സംഭവം കാണാനായിട്ട് പറ്റുന്നത്. ഷൂർ മരുഭൂമിയിലെത്തിയ ജനം 15:22 മുതൽ പുറപ്പാട് 15:22. ഷൂർ മരുഭൂമിയിൽ ഇതിപ്പോൾ അവർക്ക് വെള്ളം കിട്ടിയില്ല. അവരിങ്ങനെ വലയുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ദൂരത്ത് വെച്ചൊരു വെള്ളം കണ്ടു. അവർ ആ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. വെള്ളം നോക്കിയപ്പോൾ അത് കയ്പുള്ളതാണ്. അതിന് മാറ എന്നവർ പേരിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം വെട്ടി അതിനകത്ത് ഇടാൻ പറഞ്ഞു. അവർ വൃക്ഷം വെട്ടി അതിലിട്ട ഉടനെ അതിൻ്റെ കയ്പെല്ലാം അത് മരം വലിച്ചെടുത്തു. അത് ക്രൂശിനെ കാണിക്കുന്നതാണ്. ആ വെള്ളം മധുരമായി തുറന്നു എന്ന് പറഞ്ഞ് അവരത് കുടിച്ചു. അവരുടെ ക്ഷീണമൊക്കെ മാറി. എന്നിട്ട് ദൈവത്തോട് വെച്ച് അവർ പ്രോമിസ് ചെയ്യുക, നിൻ്റെ ദൈവമായ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ 26 ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ ഏലീമിലെത്തി. സൗഖ്യമാക്കുന്ന യഹോവ റാഫ എന്ന് പറയും നമ്മൾ അതിൽ. യഹോവ റാഫ ഹീബ്രുനിയിൽ യഹോവ റാഫ, ദൈവം സൗഖ്യമാക്കുന്നവനാണ്. ഈ നല്ല ദൈവത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ഓർക്കാം, ഉപകാരങ്ങൾ ഓർക്കാം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ സ്തോത്രത്തോടെ അർപ്പിക്കാം. ഇപ്പോൾ സകല ബുദ്ധിയും ദൈവസമാധാനം നമ്മൾ നിറയ്ക്കും. സർവ്വന്തനം ഫുള്ളായിട്ട് നമ്മൾ മുഴുവനായിട്ട് ദൈവത്തിന് കൊടുക്കാം. എൻ്റെ ചിന്ത, ബുദ്ധി, ബോധ, വിചാര, വികാരങ്ങളെല്ലാം ദൈവത്തിന് അർപ്പണം ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, ഇന്നുവരെ ഞങ്ങളെ വഴി നടത്തിയുടെ സ്നേഹത്തിനായ സ്തുതി. അപ്പോൾ ഞങ്ങൾ ജീവനോട് ശേഷിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സും ജീവനും ശ്വാസവും എല്ലാം നിൻ്റെ കൃപയാണ്. ഞങ്ങളൊന്നും കൊണ്ടുവന്നതല്ല, എല്ലാം നിൻ്റെ ദാനമാണ്. ഞങ്ങളുടെ ജീവനും എല്ലാം നിൻ്റെ ദാനമാണ്. എല്ലാറ്റിനായ സ്തുതി. നിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ തുടർന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിൻ്റെ സമർപ്പിക്കുന്നു. പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ നിന്നെ ആരാധിപ്പാൻ കവ തരണം. എല്ലാം നന്മ നിറയ്ക്കണം. മകത്തോടെ മാത്രം. ആമേൻ.